ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന ധ്യാനം പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇതിൻ്റെ കേന്ദ്ര സന്ദേശം ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഉറച്ചു നിൽക്കുക, വിഗ്രഹങ്ങളോട് ഒരിക്കലും ഒത്തുതീർപ്പുണ്ടാക്കരുത്, ദൈവം തൻ്റെ ജനവുമായി ഉടമ്പടി പുതുക്കുകയും ചുറ്റുമുള്ള ജാതികളുടെ വിഗ്രഹാരാധനയിൽ വീഴാതിരിക്കുവാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഇന്നത്തെ ലോകത്തും ദൈവത്തെക്കാൾ മറ്റെന്തിനേയും ഒന്നാം സ്ഥാനത്ത് വയ്ക്കരുതെന്ന ശക്തമായ ഒരു വചന ആഹ്വാനമാണ് ഈ തിരുവചന ഭാഗം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനം നമ്മെ ദൈവത്തോടുള്ള പൂർണ്ണ വിശ്വസ്തതയിലേക്കും വിശുദ്ധ ജീവിതത്തിലേക്കും ക്ഷണിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. സ്നേഹപിതാവായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിനും അങ്ങയുടെ അനന്ത കരുണയ്ക്കും ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. അങ്ങയേക്കാൾ മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നേടാതിരിക്കുവാൻ തമ്പുരാനെ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയോടുള്ള വിശ്വസ്തതയിൽ അവസാനം വരെ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗം. അതിന് അവൻ അരുളി ചെയ്തതെന്തെന്നാൽ, ഞാനൊരു നിയമമുണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിനും മുൻപാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചത് സൂക്ഷിച്ചു കൊള്ളുക. അമോര്യൻ, കനാന്യൻ, ഹിത്യൻ, പെരീസ്യൻ, ഹിവ്യൻ, യെബൂസ്യൻ എന്നിവരെ ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീയൊരു ഉടമ്പടി ചെയ്യുവാതിരിക്കാൻ കരുതിക്കൊള്ളുക. ഇല്ലാതിരുന്നാൽ അത് നിന്റെ മധ്യേ ഒരു കെണിയായിരിക്കും. നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് വിഗ്രഹങ്ങളെ തകർത്ത് അശോര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം. അന്യ ദൈവത്തെ നമസ്കരിക്കരുത്. യഹോവയുടെ നാമം തീഷ്ണൻ എന്നാകുന്നു. അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ. ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് അവർ പരസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കുകയും നീ ചെന്ന് അവരുടെ ബലികൾ തിന്നുകയും അവരുടെ പുത്രിമാരിൽ നിന്ന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും അവരുടെ പുത്രിമാർ തങ്ങളുടെ ദൈവങ്ങളോട് പരസംഗം ചെയ്യുമ്പോൾ നിന്റെ പുത്രന്മാരെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പരസംഗം ചെയ്യുകയും ചെയ്യുവാൻ ഇടവരരുത്. ദേവന്മാരെ വാർത്തുണ്ടാക്കരുത്. ആമേൻ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ ദൈവം തൻ്റെ ജനവുമായി വീണ്ടും ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നു. അവിടുന്ന് പറയുന്നു, ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, എന്നാൽ അതോടൊപ്പം ഒരു മുന്നറിയിപ്പും നൽകുന്നു. ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരുമായി യാതൊരു ഒത്തുതീർപ്പും ഉണ്ടാക്കരുത്. അവരുടെ യാഗപീഠങ്ങളും വിഗ്രഹങ്ങളും തകർക്കുക. കാരണം മനുഷ്യഹൃദയം എളുപ്പത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്ത് വിഗ്രഹ ആരാധന എന്നത് കേവലം പ്രതിമകളെ മാത്രം ആരാധിക്കുന്ന ഒന്നല്ല. ദൈവത്തെക്കാൾ കൂടുതൽ നമ്മുടെ ഹൃദയം കീഴടക്കുന്ന എന്തും ഒരു വിഗ്രഹമാകാം. നമ്മുടേതെന്ന് നാം കരുതുന്ന പണം, പ്രശസ്തി, അധികാരം, സ്വാർത്ഥത, ദുശീലങ്ങൾ,
അമിതമായ ലോകാസക്തി, ഇവയെല്ലാം ദൈവത്തിൻ്റെ സ്ഥാനം കൈക്കലാക്കുമ്പോൾ അവ വിഗ്രഹങ്ങളായി മാറുന്നു. ദൈവം നമ്മെ വിളിക്കുന്നത് വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്കാണ്. ഒത്തുതീർപ്പില്ലാത്ത വിശ്വാസം മാത്രമാണ് യഥാർത്ഥ ശിഷ്യത്വം. ഇന്ന് സ്വയം നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം, ദൈവത്തെക്കാൾ കൂടുതൽ ഞാൻ എന്തിനെ സ്നേഹിക്കുന്നു? എൻ്റെ ജീവിതത്തിൽ തകർക്കേണ്ട ആത്മീയ വിഗ്രഹങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അവ ഏതെല്ലാമാണ്? ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സ്ഥാനത്തെ മറ്റൊന്നും കൈക്കലാക്കുവാതിരിക്കുവാൻ തമ്പുരാനെ അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. എല്ലാ ആത്മീയ വിഗ്രഹങ്ങളിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് മോചിപ്പിക്കണമേ. അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വസ്തതയിലും വളരുവാൻ ഉള്ള കൃപ തമ്പുരാനെ അവിടുന്ന് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ സമൂഹത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളായവരെ സൗഖ്യമാക്കണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ വഴിയിൽ ഞങ്ങളെ അവിടുന്ന് നടത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും കാത്തു സൂക്ഷിക്കട്ടെ. ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിങ്ങൾ ദിനം പ്രതി വളരട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.